നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ശ്രോത്രിയൻ കൂടിയായിരിക്കണം. ശ്രോത്രിയനല്ലെങ്കിലോ ബ്രഹ്മനിഷ്ഠൻ അനുഭൂതിപൂർണനാണ്, സംശയം വേണ്ട. പക്ഷേ അദ്ദേഹത്തിന് ശിഷ്യൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി, ശിഷ്യൻ്റെ അറിവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കി, ശിഷ്യൻ്റെ സംശയങ്ങൾ മനസ്സിലാക്കി അതിനെ ദൂരീകരിച്ച് മുന്നോട്ട് നയിക്കാൻ ഉള്ള വിദ്യ വശമില്ല. എന്തുകൊണ്ടെന്നാൽ ആ സമ്പ്രദായം പഠിച്ചിട്ടില്ല. അപ്പോൾ അതിന് ശ്രോത്രിയൻ കൂടിയാകണം. എങ്കിലേ ബ്രഹ്മനിഷ്ഠനെ കൊണ്ട് ഒരു പ്രയോജനം ശിഷ്യന്മാർക്കുണ്ടാവുള്ളൂ. അങ്ങനെ ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായിട്ടുള്ള ഗുരുവാണ് ഈ ജനകമഹാരാജാവ് എന്ന് എൻ്റെ പിതാവ് എന്നോട് വ്യക്തമായും പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം വിദേഹരാജോ യാജ്യോ മേ ജനകോ നാമ വിശ്രുത. വിദേഹത്തിലെ രാജാവാണ്. വിദേഹരാജ്യം ഇന്നത്തെ നേപ്പാളിൻ്റെ കുറേ ഭാഗങ്ങളും അതേപോലെ ബീഹാറിൻ്റെയും അതേപോലെ ബംഗാളിൻ്റെയും ഒക്കെ കുറേ ഭാഗങ്ങളും കൂടി ചേർന്നതാണ് പണ്ടത്തെ നേപ്പാൾ. അതാണ് ജനകപുരി, നേപ്പാളിലാണ്. അപ്പോൾ ആ വിദേഹരാജ്യത്തിൻ്റെ അധിപനായിരിക്കുന്ന ജനകൻ എന്നുള്ള പേരിൽ ഈ ലോകം മുഴുവൻ പ്രശസ്തനായിരിക്കുന്ന ആ മഹാരാജാവ്, അദ്ദേഹം രാജാവാണ്. രാജാവ് എന്നുള്ള നിലയിൽ കർത്തവ്യങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നുണ്ട്. അതേസമയം അദ്ദേഹം ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമാണ്. തത്ര ഗച്ഛസ്വ വൈതൂർണം ഇതി തേ ഹൃദയ സംശയ. നിന്റെ ഹൃദയത്തിൽ ബ്രഹ്മജ്ഞാനത്തെ ആസ്പദമാക്കിയിട്ട്, മോക്ഷധർമ്മത്തെ ആസ്പദമാക്കിയിട്ട് ഇനിയും സംശയം അവശേഷിക്കുന്നുണ്ട് എങ്കിൽ നീ അവിടെ പോകണം, വിദേഹത്ത്. അദ്ദേഹത്തെ കാണണം, അദ്ദേഹത്തെ ആശ്രയിക്കണം. അദ്ദേഹത്തിൻ്റെ ഗുരുകുലത്തിൽ അന്തേവാസിയായിട്ട് അദ്ദേഹം നീ പരമജ്ഞാനിയായി കഴിഞ്ഞു എന്ന് പറയുവോളം, തിരിച്ചു പോയിക്കൊള്ളാം എന്ന് അദ്ദേഹം പറയുവോളം നീ അവിടെ തന്നെ അന്തേവാസിയായിട്ട് വസിച്ച് പഠിക്കണം. പ്രവൃത്തവ നിവൃത്തവ സതേ ചേത്സ്യതി സംശയം. നിന്റെ സംശയങ്ങളെല്ലാം അദ്ദേഹം ദൂരീകരിക്കും. അതിനുള്ളതായ കഴിവ് അദ്ദേഹത്തിനുണ്ട്. പ്രവൃത്തിയുടെ കാര്യത്തിലായാലും നിവൃത്തിയുടെ കാര്യത്തിലായും, നിവൃത്തി മോക്ഷമാർഗം, പ്രവൃത്തി ഈ പ്രപഞ്ചത്തിലെ കർമ്മമാർഗം. ഈ രണ്ട് കാര്യങ്ങളിലായാലും രണ്ട് മണ്ഡലങ്ങളിലായാലും പരിപൂർണമായ ജ്ഞാനമുള്ളയാളാണ് അദ്ദേഹം. രണ്ട് മണ്ഡലങ്ങളെ ആസ്പദമാക്കിയും നിന്റെ സംശയങ്ങളെ ദൂരീകരിച്ചു തരും. കർമ്മമണ്ഡലത്തെ ഏതു പ്രകാരത്തിൽ ശില്പം ചെയ്തു കഴിഞ്ഞാൽ മോക്ഷമാർഗം തുറന്നു കിട്ടും എന്ന് അദ്ദേഹത്തിനറിയാം. അത് അദ്ദേഹം പഠിപ്പിച്ചു തരും. കർമ്മമണ്ഡലത്തെ ആ പ്രകാരത്തിൽ ശില്പം ചെയ്തു കഴിഞ്ഞാലോ കർമ്മമാർഗവും മോക്ഷമാർഗവും രണ്ടല്ല എന്ന് ബോധ്യപ്പെടും. അതാണ് ഭാരതീയമായിരിക്കുന്ന വേദാന്ത ശാസ്ത്രത്തിൻ്റെ അധ്യയനത്തിൻ്റെയും അധ്യാപനത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും പൊരുൾ. ഭൗതികതയും ആധ്യാത്മികതയും ഭാരതീയന് രണ്ടല്ല, രണ്ടും രണ്ടാണ് എന്ന് നമ്മുടെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് പടിഞ്ഞാറൻ വിശ്വാസമാണ്, പടിഞ്ഞാറൻ വിദ്യാഭ്യാസവുമാണ്. അവരുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി നാം കുടുങ്ങിപ്പോയിരുന്ന അവസരത്തിൽ അത്തരം അബദ്ധങ്ങളെല്ലാം അവർ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് പ്രതിഷ്ഠിച്ചു വെച്ചു. ഭാരതീയന് ഭൗതിക ജീവിതം അധ്യാത്മജീവിതം തന്നെയാണ്, അധ്യാത്മജീവിതം ഭൗതിക ജീവിതവുമാണ്. ഇത് രണ്ടും രണ്ടല്ല. അതാണ് പ്രവൃത്തി തന്നെ നിവൃത്തി, നിവൃത്തി തന്നെ പ്രവൃത്തി. ഇത് രണ്ടും ഒന്നായി കാണുന്ന തലം അത് വ്യക്തമായി ധരിപ്പിക്കാൻ
അദ്ദേഹത്തിനാകും. അതിനാൽ അദ്ദേഹത്തെ സമീപിച്ച് പഠിച്ചുകൊള്ളുക എന്ന് പിതാവ് എന്നെ ഉപദേശിച്ചു. സോഹം പിതൃനിയോഗാത്വാം ഉപപ്രഷ്ടമിഹാഗത. അച്ഛൻ്റെ നിയോഗത്താൽ അങ്ങയെ ശരണം പ്രാപിച്ചിട്ട് അങ്ങയോട് സംശയങ്ങൾ ചോദിച്ച് അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നു ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ധർമ്മം എന്താണ് എന്ന് ഭംഗിയായി അറിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായിരിക്കുന്ന അല്ലയോ മഹാരാജാവേ, അങ്ങ് ധർമ്മസ്വരൂപം എനിക്ക് ഉപദേശിച്ചു തന്നാൽ. ഞാൻ 2 ചോദ്യങ്ങൾ മുഖ്യമായിട്ട് അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു, ധർമ്മത്തിൻ്റെ തത്വം ഭംഗിയായി ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിങ്കാര്യം ബ്രാഹ്മണേനേഹ മോക്ഷാർത്ഥശ്ച കിമാത്മക. ഒരു ബ്രാഹ്മണൻ എന്താണ് ചെയ്യേണ്ടത്? ബാല്യം മുതൽ എന്താ ബ്രാഹ്മണ ശബ്ദത്തിൻ്റെ അർത്ഥം? അടുത്ത കാലത്ത് കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകൾക്കിടയ്ക്ക് നാം ധരിച്ചു വച്ചിരിക്കുന്ന അർത്ഥമല്ലത്. വ്യാസഭഗവാൻ ബ്രാഹ്മണ ശബ്ദത്തിൻ്റെ അർത്ഥം വളരെ സ്പഷ്ടമായിട്ട് ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. മഹാഭാരതത്തിൽ അനേകം തവണ അനേകം കഥാസന്ദർഭങ്ങളിലായിട്ട് നമ്മുടെ സംശയങ്ങളെയെല്ലാം ദൂരീകരിക്കത്തക്ക രീതിയിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. എന്തിന്? വ്യാസഭഗവാൻ തന്നെ ആരാണ് ബ്രാഹ്മണൻ എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, ഏറ്റവും വലിയ ഗുരു. ഭാരതീയ വേദാന്തത്തിൻ്റെയും ഭാരതീയമായ സർവശാസ്ത്രങ്ങളുടെയും പരമാചാര്യൻ അതാണ് വ്യാസൻ. ഗുരുപൂജ വ്യാസപൗർണമിക്കാണ്. വ്യാസപൗർണമിക്ക് ഭാരതീയമായ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഗുരുപൂജ നടക്കും. ആ വ്യാസന്റെ പ്രതിരൂപമായിട്ടാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മെ പഠിപ്പിക്കുന്നതായ ആചാര്യനെ കാണുക. അതാണ് ഗുരുവും ശിഷ്യനും തമ്മിലുള്ളതായ ബന്ധം. ഇത് തൻ്റെ ഗുരുവിനെ ഏത് രീതിയിൽ കാണണമെന്ന് ശിഷ്യനെ പഠിപ്പിക്കുന്നു. താൻ ഏത് പ്രകാരത്തിലാണ് ആ ശിഷ്യനെ നയിക്കേണ്ടത് എന്ന് ആ അധ്യാപകനെയും പഠിപ്പിക്കുന്നു. അധ്യയനവും അധ്യാപനവും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലുതായ പൂജയാണ്. ആ തലത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ ബ്രാഹ്മണ ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. വ്യാസഭഗവാൻ നമുക്കെല്ലാവർക്കും അറിയാം, സത്യവതിയുടെ മകനാണ്. കാളിയുടെ, മത്സ്യഗന്ധിയുടെ, ദശരാജാവിൻ്റെ പുത്രിയായിരിക്കുന്ന മത്സ്യഗന്ധിയുടെ സന്താനമാണ് വ്യാസൻ. കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകളിൽ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചിരുന്ന തെറ്റിദ്ധാരണയുടെ ഫലമായിട്ട് വ്യാസനെ എങ്ങനെ ആ കൂട്ടത്തിൽ ആ തെറ്റിദ്ധാരണയനുസരിച്ച് എങ്ങനെയാണ് കൂട്ടുക? ശൂദ്രനെന്നോ ശൂദ്രൻ്റെ താഴെക്കിടയിലുള്ളയാളെന്നോ ഒക്കെയാണ് കൂട്ടുക. അദ്ദേഹമാണ് ബ്രാഹ്മണരിൽ അഗ്രിമൻ. ബ്രാഹ്മണ്യം ജന്മം കൊണ്ടുണ്ടാകുന്നതല്ല എന്ന് വ്യാസൻ തന്നെ തൻ്റെ ജന്മത്താൽ തെളിയിച്ചിരിക്കുന്നു. ബ്രാഹ്മണ്യം കർമ്മം കൊണ്ടുണ്ടാകുന്നതാണ്. ഗുണകർമ്മ വിഭാഗശ. ഈ ഗീതയ്ക്കകത്ത് വളരെ സ്പഷ്ടമായിട്ട് അദ്ദേഹം പറഞ്ഞു. പല ആളുകളും ഭഗവത്ഗീതയും ഭാരതീയ വേദാന്തത്തെയും നിന്ദിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ശ്ലോകഭാഗമാണത്. ഗുണകർമ്മ വിഭാഗശ എന്നുള്ളത് അവർ പറയും, പക്ഷെ അതിൻ്റെ അർത്ഥം അറിയില്ല. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ചാതുർവർണ്ണ്യം സൃഷ്ടിച്ചത് ഞാൻ തന്നെയാണ്. ഗുണത്തെയും കർമ്മത്തെയും ആസ്പദമാക്കിയാണ്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് പറഞ്ഞിട്ട് ഭാരതീയ വേദാന്തത്തെ അവർ ആക്രമിക്കും. ഗുണകർമ്മ വിഭാഗശ എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുമില്ല, പലരും പറയുന്നുമില്ല. വ്യാസൻ എങ്ങനെ മഹാബ്രാഹ്മണനായി എന്നതും ഓർക്കുന്നില്ല. ആരാണോ പഠനത്തിൻ്റെ അധ്യയനത്തിൻ്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്, പഠിക്കണമെന്നുള്ള ആഗ്രഹം ആർക്കാണോ ഉള്ളത്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് ആരാണോ അയാളാണ് ബ്രാഹ്മണൻ. ആ പഠനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം, ആത്മാർത്ഥമായ പരിശ്രമം ബാല്യത്തിലേ തുടങ്ങാം. ചിലർ ബാല്യത്തിൽ അച്ഛനമ്മമാർ നിർബന്ധിക്കൊണ്ടും സമൂഹം നിർബന്ധിക്കൊണ്ടും നിയമം അനുശാസിക്കുന്നത് കൊണ്ടും സ്കൂളിൽ പോയി എന്ന് വരും. പക്ഷേ പഠനമൊക്കെ വളരെ താല്പര്യക്കുറവോട് കൂടിയിട്ടായിരിക്കും, ശ്രദ്ധ കുറവോട് കൂടിയിട്ടായിരിക്കും. ചിലർ വലിയ ഉത്സാഹത്തോടെ പഠിക്കും. പക്ഷേ ശ്രദ്ധക്കുറവോട് കൂടിയിട്ട് നല്ലവണ്ണം പഠിക്കാതിരുന്ന ആളുകളായാൽ പോലും
ചിലപ്പോൾ 15, 20, 25 വയസ്സൊക്കെ ആകുമ്പോഴേക്കും പഠിക്കണമെന്നുള്ള ഉത്കടമായ ആഗ്രഹം വന്നു ചേരും. അങ്ങനെയുള്ള അനേകം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ അപ്പോൾ മുതൽ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് പഠനം ആരംഭിക്കും. അപ്പോൾ അവർ പൂർണ്ണ ബ്രാഹ്മണരായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ശ്രദ്ധയോടുകൂടിയുള്ള പഠനം എപ്പോഴാരംഭിച്ചാലും അപ്പോൾ ബ്രാഹ്മണനാണ്. ആ ബ്രാഹ്മണൻ എന്താണ് ചെയ്യേണ്ടത്? ബാല്യം മുതൽ അതാണ് ചോദിക്കുന്നത്. പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടി എന്താണ് ചെയ്യേണ്ടത്? കിം കാര്യം ബ്രാഹ്മണേനേഹ, പിന്നെയോ മോക്ഷാർത്ഥശ്ച കിമാത്മകഃ, മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ളതായ മാർഗം, മോക്ഷധർമ്മം, അത് ഏത് പ്രകാരത്തിലുള്ളതാണ്? അതിൻ്റെ തത്വം എന്താണ്? അതിൻ്റെ ഹൃദയം എന്താണ്? എങ്ങനെ ആ മോക്ഷധർമ്മത്തെ നമുക്ക് തിരിച്ചറിയാം? എങ്ങനെ മനസ്സിലാക്കാം? അതെങ്ങനെ ആ തത്വത്തെ ഉൾക്കൊള്ളാനാകും? കഥം ച മോക്ഷ പ്രാപ്തവ്യോ, എങ്ങനെയാണ് മോക്ഷത്തെ നേടാൻ കഴിയുക? ദുഃഖനിവൃത്തിക്കാണ് മോക്ഷമെന്ന് പറയുന്നത്. മരണശേഷം ലഭിക്കാനുള്ള ഏതെങ്കിലും സ്ഥാനമാനമല്ല. അങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കപ്പെട്ടു പോയിരിക്കുന്നു. ജീവിതത്തിൽ ദുഃഖം ആരും ഇഷ്ടപ്പെടുന്നില്ല. ദുഃഖമില്ലാത്തതായ അവസ്ഥ, അതാണ് മോക്ഷം. ആ മോക്ഷം എങ്ങനെയാണ് നേടാൻ കഴിയുക? എല്ലാവരും ആനന്ദം ആഗ്രഹിക്കുന്നു. അതെങ്ങനെയാണ് നേടാൻ കഴിയുക? ജ്ഞാനേന തപസ, അഥവാ ജ്ഞാനം കൊണ്ടാണോ മോക്ഷം നേടാൻ കഴിയുക? അഥവാ തപസ് കൊണ്ടാണോ മോക്ഷം നേടാൻ കഴിയുക? അത് അങ്ങ് എനിക്ക് സ്പഷ്ടമായി പറഞ്ഞു തരണം എന്ന് ശുകബ്രഹ്മർഷി ആവശ്യപ്പെടുന്നു. ഇന്നും ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ ഉണ്ടാകേണ്ട ചോദ്യമാണിത്. മോക്ഷം എന്നുള്ളതിനെക്കുറിച്ച് ശുകബ്രഹ്മർഷി പറയുന്നതായ തത്വം പൂർണ്ണ ബ്രഹ്മാനുഭവമാണ്. അതാണ് വേദാന്തശാസ്ത്രം നമ്മുടെ മുന്നിൽ സമർപ്പിക്കുന്ന സമ്പൂർണമായ ആ ശബ്ദത്തിൻ്റെ, മോക്ഷശബ്ദത്തിൻ്റെ സമ്പൂർണമായ അർത്ഥം. ഇനിയോ അത് നമുക്ക് നമ്മുടേതായ തലങ്ങളിൽ നിന്നുകൊണ്ടും നമ്മുടേതായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടും മനസ്സിലാക്കാം. പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങളാൽ ചുറ്റപ്പെട്ടവരാണ് നമ്മൾ. ആ ദുഃഖങ്ങളിൽ നിന്നുള്ള നിവൃത്തി, അതും മോക്ഷം തന്നെ. അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? അതിനുള്ള മാർഗം എന്താണ്? അത് ഏത് പ്രകാരത്തിലുള്ള പ്രവൃത്തികൾ കൊണ്ടാണ് മോക്ഷം നേടാൻ കഴിയുക, ദുഃഖനിവൃത്തി ഉണ്ടാവുക? ഏത് പ്രകാരത്തിലുള്ള ജ്ഞാനം നേടിയാലാണ് ദുഃഖനിവൃത്തി ഉണ്ടാവുക? ഇതൊക്കെയാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. അങ്ങനെ ദുഃഖനിവൃത്തിക്കുള്ളതായ മാർഗം നാം ഭൗതിക തലത്തിലായാലും അന്വേഷിച്ച് പോയാൽ നാം യഥാർത്ഥത്തിൽ അധ്യാത്മതലത്തിലേക്ക് നടന്നടുക്കും. കാരണം അങ്ങനെ ആരംഭിക്കുന്ന ഭൗതികതലം അധ്യാത്മതലം തന്നെയാണ്. അങ്ങനെ ദുഃഖനിവൃത്തിക്ക് വേണ്ടിയുള്ള പരിശ്രമം തുടങ്ങി ചെല്ലുമ്പോഴേക്കും ഒരു ഘട്ടം കഴിയുമ്പോൾ മനസ്സിലാകും, ഭൗതികമായ മാർഗങ്ങൾ കൊണ്ട്, പരിശ്രമങ്ങൾ കൊണ്ട് മാത്രം ദുഃഖം ആത്യന്തികമായിട്ട് ഇല്ലാതാവില്ല. അതിന് കുറെ കൂടി ഉദാത്തമായ സൂക്ഷ്മമായ മണ്ഡലങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ടി വരും എന്ന് മനസ്സിലായി തുടങ്ങും. അപ്പോഴേക്കും ആ അന്വേഷണം സൂക്ഷ്മമണ്ഡലങ്ങളിലേക്ക് ചെല്ലും. അതാണ് അധ്യാത്മ യാത്രയുടെ വികാസത്തിൻ്റെ തുടക്കം. അങ്ങനെ ദുഃഖനിവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഏതും മോക്ഷധർമ്മം എന്ന് ഇന്നത്തെ നിലയിൽ നമുക്ക് മനസ്സിലാക്കാനാകും. എല്ലാ കാലത്തും അതുമുണ്ട്. ഭൗതിക തലത്തിൽ അവിടെ നിന്ന് തുടങ്ങണം. അത് ക്രമേണ പൂർണ്ണമായ ആത്മജ്ഞാനാവസ്ഥയിൽ എത്തിച്ചേർക്കും നമ്മെ. ശുകബ്രഹ്മർഷി എത്തി നിൽക്കുന്നത് ആ തലത്തിലാണ് എന്നറിയണം. അതാണ് പഠനത്തിൻ്റെ ഏറ്റവും ഉയർന്ന മണ്ഡലം. അവിടെയാണ് അദ്ദേഹം നിൽക്കുന്നത്. ആ ഉദാഹരണമാണ് വ്യാസൻ പറഞ്ഞു തന്ന ഉദാഹരണമാണ് നാം ഇവിടെ കാണുന്നത്. ജനകൻ പറഞ്ഞു, ബാല്യം മുതൽ വിദ്യ അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ബ്രാഹ്മണൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. അത് പഠിച്ചുകൊള്ളൂ, അത് കേട്ടുകൊള്ളൂ. കൃതോപനയനസ്താത ഭവേദ് വേദപരായണ. ഉപനയനം ചെയ്യണം. ഉപനയനം, അടുത്തേക്ക് നയിക്കൽ, ഗുരുവിൻ്റെ സമീപത്തേക്ക് നയിക്കൽ.
അറിവിൻ്റെ മണ്ഡലത്തിലേക്ക് നയിക്കൽ, നമ്മുടെ ഈ മഹാഗ്രന്ഥങ്ങളുടെ സമീപത്തേക്ക് നയിക്കൽ, അതാണ് ഉപനയനം.